ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ ഒന്ന് രണ്ട് ടെക്നിക്സിനെ പറ്റിയൊക്കെ സംസാരിച്ചു. എങ്ങനെ നമ്മൾ സെൽഫ് അഫർമേഷനും അതേപോലെ തന്നെ സ്ക്രിപ്റ്റിങ്ങും എങ്ങനെ ചെയ്യാമെന്ന രീതിയിലും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനൊപ്പം തന്നെ വിഷൻ ബോർഡ് ഒരു വീഡിയോ എങ്ങനെ ചെയ്യാം എന്നുള്ളത്, നമ്മളുടെ ഒരു ലൈഫ് മൂവി എങ്ങനെ ചെയ്ത് അത് വെച്ചിട്ട് അഫർമേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇതിന് മിറർ ടെക്നിക്ക് എന്നാണ് പറയുക. മിറർ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരുപാട് സെലിബ്രിറ്റീസ്, ഒരുപാട് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാർ ഉപയോഗിച്ചിട്ട് അത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതും അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടുമുള്ള ഒരു ടെക്നിക്കാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആലിയ ഭട്ടൊക്കെ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അവർ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ മിറർ ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബിയാൻസെ, ഓപ്ര വിൻഫ്രി, വിൽ സ്മിത്ത് പോലെയുള്ള സെലിബ്രിറ്റീസ്, ലേഡി ഗാഗ പോലെയുള്ള സെലിബ്രിറ്റീസ് എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മെർലിൻ മൺറോയുടെ ഒരു ജീവചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് അവരിതുപോലെ സെൽഫ് അഫർമേഷൻ മിററിൽ നോക്കിയിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഈ മിറർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇത് നമ്മളെ തന്നെ അക്നോളജ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ അഫർമേഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്ന സമയത്തും ആദ്യം നമുക്ക് വേണ്ടത് ആ ഒരു വിശ്വാസമാണ്. നമ്മളീ പറയുന്നതും ചെയ്യുന്നതും ശരിയാണെന്നുള്ളൊരു വിശ്വാസമാണ്. പലപ്പോഴും നമ്മൾ എഴുതുകയോ അല്ലെങ്കിൽ ഈ മൂവി കാണുകയോ, നമ്മൾ ഈ മൈൻഡ് മൂവി ഉണ്ടാക്കിയല്ലോ, ലൈഫ് മൂവി നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല, കാണുമ്പോൾ ചില സമയത്ത് നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് ഓക്കെ, ഇതൊക്കെ ഉണ്ടാവും നമുക്ക് ഒബ്വിയസ്ലി നമുക്കതിലൊരു സംശയം തോന്നും. ബിക്കോസ് ഞാൻ ഓൾറെഡി തന്നെ കടത്തിലും ദാരിദ്ര്യത്തിലും ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ റിച്ച് ആണെന്ന് എഴുതുമ്പം അത് ശരിയല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിനെ ഒന്ന് മറികടക്കാനുള്ള ഒരു ടെക്നിക്കാണ് അതിനെ മറികടക്കാന്ന് വെച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഇതിൽ നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയുക. ആ ഫ്യൂച്ചർ നമ്മളുണ്ടല്ലോ, ഇപ്പോഴുള്ള പ്രസൻറ്റ് നമ്മളല്ല, നാളെ ആകാൻ പോകുന്ന നമ്മളെയാണ് നമ്മൾ മിറർ ടെക്നിക്കിലൂടെ നമ്മൾ വാർത്തെടുക്കുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് പറഞ്ഞുതരാം. മിറർ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടും അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു മിററിൻ്റെ മുന്നിൽ നിൽക്കുക. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിങ്ങൾ നിൽക്കുക. കണ്ണാടി എല്ലാവരും വീട്ടിലുണ്ടായിരിക്കും. നിങ്ങൾ ഒരുങ്ങാനോ അല്ലെങ്കിൽ വാഷ്റൂമിലോ എവിടെയായാലും ഡെയിലി ഒരു തവണയെങ്കിലും നമ്മൾ കണ്ണാടി നോക്കുന്ന ആൾക്കാരാണ്. കണ്ണാടിയുടെ മുന്നിൽ നേരെ നിവർന്ന് നിൽക്കുക. ഇനി പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. കണ്ണാടിയുടെ മുന്നിൽ നേരെ നിവർന്ന് നിൽക്കുക. ഇരിക്കേണ്ട, നിന്ന് തന്നെ ചെയ്താൽ മതി. നിവർന്ന് നിൽക്കുക. നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുക. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ പോസ്ചർ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ തല ഉയർത്തി നെഞ്ച് വിരിച്ച് നിങ്ങൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മിററിലേക്ക് നോക്കുക. നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുക. നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുക. നിങ്ങൾ പതുക്കെ സാവധാനം പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഫീലിംഗ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ആ ഒരു ഫീലിംഗ് ആയിരിക്കണം നിങ്ങൾക്ക് ആ ഒരു മിറർ ടെക്നിക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കുറവുകളും എല്ലാ നെഗറ്റീവ് കാര്യങ്ങളോടും കൂടി തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയണം, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിൽ വിചാരിക്കണം. എന്നിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക 3 തവണ. നല്ലപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നിങ്ങൾ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. നല്ലപോലെ ശ്വാസം എടുക്കുമ്പോൾ നേരത്തെ തന്ന പോലെ തന്നെ ലോകത്തിലെ എല്ലാ നന്മയും ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു. പിന്നെ നമ്മൾ ശ്വാസം തിരിച്ചു വിടുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും ഞാൻ പുറന്തള്ളുന്നു എന്ന് വിചാരിച്ചിട്ട് വേണം നിങ്ങൾ ശ്വാസം പുറത്തുവിടാൻ. അങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വയറും ലങ്സും നിങ്ങളുടെ ഫുൾ ബോഡിയിൽ മുഴുവൻ ആ വായു തിങ്ങി നിറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എത്ര വരെയാണോ അത്ര വരെ ശ്വാസം എടുക്കുക. ഒരു 3 seconds to 5 seconds നിങ്ങളതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിടുക. ഓക്കെ, എന്നിട്ട് സാവധാനം വിടുക. അങ്ങനെ 3 തവണ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ബോഡി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് പതുക്കെ മിററിൽ നോക്കി നിങ്ങൾ പുഞ്ചിരിക്കുക. അതിനുശേഷം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോൾ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ആലിയ ഭട്ടൊക്കെ പറയാറുണ്ട്, അവർക്കിപ്പോൾ ഏതെങ്കിലും ഒരു അവാർഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ മിററിൽ നോക്കി പുഞ്ചിരിച്ചിട്ട് പറയും, എനിക്ക് അതായത് ആ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ അവർ നടത്തുന്ന സ്പീച്ച് ഉണ്ടല്ലോ, ആ സ്പീച്ച് അവരവിടെ സംസാരിക്കും എന്നാണ് പറയുക.
ഇങ്ങനെ അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി ഇന്ന ആൾക്കാരോട് എനിക്ക് കടപ്പാടുണ്ട്. ഞാൻ വളരെ സന്തോഷവതിയാണ് ഇതിൽ കിട്ടിയതിൽ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഓൾമൈറ്റിക്കും ദൈവത്തിനും എല്ലാം ഞാൻ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്വയം ആ ഒരു കാര്യം കിട്ടിയതായിട്ട് മനസ്സിൽ തിങ്ക് ചെയ്തിട്ട് അവർ കണ്ണാടിയിൽ നോക്കി പറയും എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഗോൾ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവാനായിട്ടോ, അല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾ തിരിച്ചു വരാനോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കും. അത് നിങ്ങൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നിങ്ങൾ പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ബിസിനസ് സക്സസ്ഫുൾ ആകാനാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത്? എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ ബിസിനസ് വിചാരിച്ചതിനേക്കാളും 10 മടങ്ങ് വലുതായിട്ട് സക്സസ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ അക്കൗണ്ടിലേക്ക് പലയിടങ്ങളിൽ നിന്നും പണം വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. എന്ത് പറയണം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്ക് എന്തു പറയുന്നതും ഓക്കെയാണ്. പക്ഷേ ആ പറയുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള അഫർമേഷനാണ്. എനിക്കത് കിട്ടും, അങ്ങനെ നടക്കും എന്നല്ല പറയേണ്ടത്. നടക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള പോലെ അതെന്താണ്? ഒരു നെഗറ്റീവായിട്ടുള്ള അഫർമേഷനാണ്. നിങ്ങൾ പറയേണ്ടത് എന്താണ്? എനിക്കത് കിട്ടി, എനിക്കത് നേടി, എനിക്കത് എൻ്റെ സ്വന്തമായി എന്ന രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഇനി നിങ്ങൾക്ക് ബ്യൂട്ടിയൊക്കെ, നിങ്ങൾക്ക് സൗന്ദര്യമൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് അഫർമേഷൻ വഴി നേടിയെടുക്കാൻ പറ്റും എന്ന് ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ മെർലിൻ മൺറോ ഒക്കെ പറയാറുണ്ട്, അവർ മിറർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവർ ഞാൻ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ്, എന്നെ ആര് കണ്ടാലും വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ സ്വയം പറയുമായിരുന്നു അഫർമേഷൻസ്. അതേപോലെ തന്നെ സംഭവിച്ചല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ നിങ്ങൾക്കിപ്പം സൗന്ദര്യം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഞാൻ വളരെ സുന്ദരിയായ പെൺകുട്ടിയാണ്, എന്നെ കണ്ടാൽ ആരാണെങ്കിലും എന്നെ കണ്ടിട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കും, അല്ലെങ്കിൽ സുന്ദരനായ ഒരു ആൺകുട്ടിയാണ്, എന്നെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കണ്ണ് വളരെ ബ്യൂട്ടിഫുള്ളാണ്, എൻ്റെ സ്കിൻ വളരെ പെർഫെക്റ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ കുറേ കുരുക്കളും അല്ലെങ്കിൽ അങ്ങനെ സ്കാർസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എത്ര ചികിത്സ നടത്തിയിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മിറർ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ എന്താ പറയുക, ഭയങ്കര മാജിക്കലായിട്ട് അത് നിങ്ങളുടെ ഫേസിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഇനി നിങ്ങൾക്കങ്ങനെ മാറിയില്ലെങ്കിൽ പോലും അത് മാറ്റാനുള്ള ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സമയത്ത് ഭയങ്കര ആക്നീസൊക്കെ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ മിറർ ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്യായിരുന്നു. ഫേസിൽ നോക്കിയിട്ട് ചില സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടം തോന്നും, എന്താ ഫേസിലിങ്ങനെ. ഞാൻ ഭയങ്കരമായിട്ടും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമിച്ചു, കുരു വന്നിട്ട് അതിൻ്റെ സ്കാർസ് ഉണ്ടാവുന്നു, എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയത്ത് ഞാനിതുപോലെ മിറർ ടെക്നിക്ക് വഴി ഞാനിങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറേയൊക്കെ പോയി. പിന്നെ അതിന് ശേഷം ഞാൻ ആക്സിഡൻ്റലായിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ബ്യൂട്ടി ക്ലിനിക്ക് കണ്ടെത്തുകയും അവിടെ ചെന്ന സമയത്ത് അവരുടെ വെറുതെ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അതിനുള്ള ഈ ഒരു സ്കാറിനും ഇതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിയുകയും അത് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ ഫേസ് ക്ലിയറായി എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ വഴി ഡയറക്റ്റ്ലി ഇപ്പോൾ പറഞ്ഞാൽ റബ്ബറൊക്കെ വെച്ച് മായ്ച്ച പോലെ മാഞ്ഞു പോകത്തില്ലായിരിക്കും. ബിക്കോസ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ ബിയോണ്ട് കാണും. പക്ഷേ അത് മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് അത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് നല്ല നീളമുള്ള മുടിയാണ് ആഗ്രഹം, അത് നിങ്ങൾ പറയുക. അല്ല നല്ല വിടർന്ന കണ്ണുകളുടെ കളർ വരെ, കണ്ണിൻ്റെ ഈ എന്താ പറയുന്നത്, കൃഷ്ണമണിയുടെ കളർ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും മാനിഫെസ്റ്റേഷൻ വഴി എന്ന് പറയാറുണ്ട്. അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ സ്കിൻ ഡിസീസസ് എത്ര ഡോക്ടേഴ്സും നോക്കിയിട്ടും മാറാത്ത സ്കിൻ ഡിസീസസൊക്കെ മാറിയതായിട്ട് ഈ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര പവർഫുൾ ടെക്നിക്കാണ്. പക്ഷേ പറയുമ്പം എപ്പോഴും പറയുന്ന അഫർമേഷൻ നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾക്കങ്ങനെ പറയാനുള്ള ഒരു കഴിവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് അത് നോക്കി വായിക്കുക. കാരണം അഫർമേഷൻ എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ പിന്നെന്താ പറ്റുക, അതിന് നേരെ നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവാം. എനിക്ക് ഇഷ്ടംപോലെ പണം വരും,
അല്ലെങ്കിൽ എനിക്ക് കുറേ പണം വരും എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ അത് തെറ്റാണ്. ഒന്ന്, അത് നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് പറയാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ല, വരും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുള്ള ഇൻഫർമേഷനാണ് വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിങ്ങൾ ലാക്ക് മൈൻഡ് സെറ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കൊടുക്കുന്ന മെസ്സേജും നെഗറ്റീവ് മെസ്സേജാണ്. അതേപോലെ തന്നെ നിങ്ങൾ മണി വേണം, എത്ര മണി വേണം, എങ്ങനെയാണ് മണി വരേണ്ടത്, എന്താണ്, ഏത് രീതിയിലാണ് വരേണ്ടത്, എങ്ങനെയാണ് പണം വരേണ്ടത്, എവിടെയാണ് പണം വരേണ്ടത്, ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ പറയുന്നില്ല. എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സ്പെസിഫിക് ആയിരിക്കണം. എനിക്ക് കുറേ പണം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടില്ല. പക്ഷേ നിങ്ങളത് സ്പെസിഫിക്, എൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഇത്ര എമൗണ്ട് പണം വന്നു എന്ന് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെ വളരെ ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അവർ തിരിച്ചു വന്നിട്ട് അതിനെപ്പറ്റി നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചിരിക്കാനും ആ സംഭവിച്ച കാര്യം ഫീൽ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ ട്രോമാസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസൊക്കെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർക്ക്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതേപോലെ സെൽഫ് ലവ്, ഇതേപോലെ മിറർ ടെക്നിക്ക് വഴി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിററിൽ ഫേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, ഒരുപാട് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ ചുറ്റിലുള്ള എൻ്റെ കൊളീഗ്സ് അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ഞാൻ വേർത്തിയാണ്, ഞാൻ ഈ സ്നേഹത്തിനെല്ലാം ഞാൻ വേർത്തിയാണ്, ഞാൻ വളരെ നല്ല മനസ്സുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ എന്നെ സ്നേഹം കൊണ്ട് മൂടുന്നു, ഈ ലോകത്തിലെ എല്ലാ സ്നേഹവും എനിക്കുള്ളതാണ്, എന്നെ ആർക്കും വെറുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ള ചില മുറിവുകളുണ്ടല്ലോ, ചെറുപ്പത്തിലെ മുതൽ നമ്മൾക്കുണ്ടായ മുറിവുകൾ, അത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഈ ചൈൽഡ്ഹുഡ് ട്രോമാസൊക്കെ ഭയങ്കര ആയിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഹീൽ ചെയ്തേ പറ്റുള്ളൂ. അതിനൊരു വീഡിയോ ചെയ്തു തരാം. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിനൊപ്പം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ചിലപ്പോൾ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ തന്നെ മുഖത്ത് നോക്കി പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കരഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. നമ്മളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പുറത്ത് പോട്ടെ. ആദ്യം നമ്മൾ ഈ മിറർ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾക്ക് തന്നെ നമ്മളുടെ തന്നെ റിഫ്ലക്ഷൻ നമ്മളെ നോക്കിയിട്ട് ശരിയാണോ, നീ എന്താ ഈ പറയണേ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആഫ്റ്റർ 1 വീക്ക് 2 വീക്ക് നിങ്ങൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിലത്തെ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ശരീരം എല്ലാം തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണേണ്ടത് മറ്റൊരാൾ നിങ്ങളെ നോക്കുകയാണ്. അതായത് നിങ്ങൾ അവരുടെ അടുത്താണ് ഇത് പറയുന്നത്, എനിക്കിങ്ങനെ സംഭവിച്ചു. അപ്പം നിങ്ങളുടെ ഫേസ് എങ്ങനെയാണ്, നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ ബോഡി ആ ഒരു മാനറിസം എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾ കാണുകയാണ്. മറ്റൊരാളിൽ ഔട്ട്സൈഡറായിട്ട് നിങ്ങളെ തന്നെ കാണുകയാണ് ചെയ്യുന്നത് ഈ മിറർ ടെക്നിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ പുറത്തുനിന്നൊരാൾ കാണുകയാണ് നിങ്ങളുടെ സക്സസ് എന്ന രീതിയിൽ വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.